ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +1 ഇംഗ്ലീഷിലെ ആൻഡ് ദെൻ ഗാന്ധി ഗെയിം എന്ന് പറയുന്ന ഒരു പാർട്ടാണ്. അപ്പോൾ ഇതെഴുതിയിരിക്കുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. അദ്ദേഹത്തിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതിൽ ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് നമുക്ക് പഠിക്കാനുള്ളത്. World War I ended at last, and the peace, instead of bringing us relief and progress, brought us repressive legislation and martial law in Punjab. A bitter sense of humiliation and a passionate anger filled our people. We had become a derelict nation. Yet, what could we do? How to change this vicious process? We seemed to help us in the grip of some all-powerful monster. Our limbs were paralyzed, our minds deadened. Large numbers of people cut off from the land and incapable of any kind of manual or technical work joined the swelling army of the unemployed and helpless, hopeless, sank over deeper into the morass. They did not know where to look, for neither the old nor the new offered them any hope. അപ്പോൾ ഒന്നാം ലോകമായിട്ട് അവസാനിക്കുന്നു. അതിനുശേഷം സമാധാനം വന്നപ്പോൾ ഇവർ വിചാരിച്ചത് എന്താണ്, ഇന്ത്യയിൽ റിലീഫും പ്രോഗ്രസ്സും അല്ലെങ്കിൽ ഒരു ശാന്തതയും ഉയർച്ചയും ഡെവലപ്മെൻറ്റൊക്കെ ഉണ്ടാവുമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അതിന് നേർ വിപരീതമായിട്ട് റെപ്രസീവായ ലെജിസ്ലേഷൻ, മാർഷ്യൽ ലോസും ഒക്കെയാണ് പഞ്ചാബിൽ വന്നത്. അതായത് ഇങ്ങനെ സ്ട്രിക്റ്റായ കുറച്ച് ലോസും അടിച്ചമർത്തലും ഒക്കെയാണ് പഞ്ചാബിൽ സംഭവിച്ചത്. അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം സമാധാനം വന്നപ്പോൾ ഇവിടെ ഇന്ത്യയിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുമെന്നാണ് ജനങ്ങൾ വിശ്വസിച്ചിരുന്നതെങ്കിലും പകരം വന്നത് എന്താണ്, അടിച്ചമർത്തലുകളാണ്. എ ബിറ്റർ സെൻസ് ഓഫ് ഹ്യൂമിലേഷൻ ആൻഡ് പാഷനേറ്റ് ആങ്കർ ഫീൽഡ് അവർ പീപ്പിൾ. അപ്പോൾ ജനങ്ങൾക്ക് എന്ത് പറ്റി, ഒരു സെൻസ് ഓഫ് ഹ്യൂമിലേഷൻ അല്ലെങ്കിൽ ഒരു അപമാനത്തിൻ്റെ തോന്നലും ഒരു പാഷനേറ്റായ ഒരു ദേഷ്യവും ഒക്കെ ജനങ്ങൾക്ക് തോന്നി തുടങ്ങി. We had become a derelict nation, yet what could we do? How to change this vicious process? അപ്പോൾ നമ്മളൊരു ഡെർലിക്റ്റ് നേഷൻ അല്ലെങ്കിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു രാജ്യമായി മാറി. പക്ഷേ എന്നിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ തരണം ചെയ്യാൻ പറ്റും? We seem to be helpless in the grip of some all-powerful monster. Our limbs were paralyzed, our minds deadened. അപ്പോൾ നമ്മൾ ഒരു ഓൾ പവർഫുള്ളായ മോൺസ്റ്റർ അല്ലെങ്കിൽ ബ്രിട്ടൻ്റെ കയ്യിലാണ് എന്നുള്ള ഒരു തോന്നൽ വന്നു തുടങ്ങി. അതായത് ബ്രിട്ടൻ്റെ മുൻപിൽ നമ്മൾ ഇന്ത്യക്കാർ ഹെൽപ്ലെസ് ആണ് എന്നുള്ള തോന്നൽ ജനങ്ങൾക്ക് വന്നു തുടങ്ങി. നമ്മുടെ ലിംസ്, അതായത് കൈകാലുകളെല്ലാം പാരലൈസ്ഡ് എന്ന് വെച്ചാൽ ചലിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കി വെച്ചിരിക്കുകയാണ്. നമ്മുടെ മനസ്സെല്ലാം ഡെഡ് അല്ലെങ്കിൽ മനസ്സെല്ലാം മരിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് ഇന്ത്യയിലെ ജനങ്ങൾ ഇപ്പോൾ. Large numbers of people cut off from the land and incapable of any kind of manual or technical work joined the swelling army of the unemployed and helpless, hopeless, sank ever deeper into the morass. അപ്പോൾ ഒരുപാട് ജനങ്ങൾ അവർക്ക് ടെക്നിക്കൽ അല്ലെങ്കിൽ മാനുവൽ വർക്കൊന്നും ചെയ്യാൻ പറ്റാതെ എന്ത് ചെയ്യാൻ പറ്റി, ഒരു ജോലിയില്ലാത്ത ഒരുപാട് പേർ, അതായത് ഒരുപാട് പേർക്ക് ജോലിയില്ല, അവരുടെ കൂട്ടത്തിലേക്ക് വീണ്ടും ആൾക്കാരുകൾ ചേർന്നുകൊണ്ടേയിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് പേരുടെ ജോലി ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടേയിരുന്നു. അവർക്കൊരു ഹെൽപ്ലെസ് ആയിരുന്നു, ഹോപ്പ്ലെസ് ആയിരുന്നു, അല്ലെങ്കിൽ അവർ ആരും അവരെ സഹായിക്കാനില്ലായിരുന്നു, അവർക്കൊരു പ്രതീക്ഷയും നാളത്തെ പറ്റി ഇല്ലായിരുന്നു. They did not know where to look, for neither the old nor the new offered them any hope. അപ്പോൾ അവർക്കറിയില്ല ഇനി എങ്ങോട്ട് നോക്കണം, എന്ത് കിട്ടും, എവിടെ നിന്ന് സഹായം കിട്ടും എന്നുള്ളതൊന്നും അവർക്കറിയാൻ വയ്യ. എവിടെ നിന്നും അവർക്കൊരു പ്രതീക്ഷയും കിട്ടുന്നില്ല. What could we do? How could we pull India out of this quagmire of poverty and defeatism? Not for a few years of excitement and agony and suspense, but for long generations, our people had offered their blood and toil, tears and sweat, and this process had eaten its way deep into the body and soul of India, poisoning every aspect of our life. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എങ്ങനെ ഈ ഇന്ത്യയെ ഈ പോവർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൽ നിന്നും ഈ പരാജയത്തിൽ നിന്നൊക്കെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ചിന്ത. Not for a few years of excitement and agony and suspense, but for long generation our people had offered their blood and toil, tears and sweat. അപ്പോൾ ഇത് കുറച്ച് നാളത്തെ എക്സൈറ്റ്മെൻറ്റോ അഗണിയോ അല്ലെങ്കിൽ ദുരിതങ്ങളോ ഒന്നും അല്ലായിരുന്നു. ഇന്ത്യയിലെ ജനറേഷൻസ് ഒരുപാട് കാലം അവരുടെ ബ്ലഡും ടോയിലും കണ്ണുനീരും വിയർപ്പും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇന്ത്യക്ക് വേണ്ടി. And this process had eaten its way deep into the body and souls of India. അപ്പോൾ ഈ ബ്രിട്ടനിൽ നിന്ന് പുറത്തു വരിക എന്നുള്ള പ്രോസസ്സ്
ഇന്ത്യൻസിൻ്റെ ജനങ്ങളുടെ ബോഡിയെയും ആത്മാവിനെയും എല്ലാം മൂടിക്കഴിഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ വിഴുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. പോയിസണിങ് എവറി ആസ്പെക്റ്റ് ഓഫ് അവർ ലൈഫ്. അപ്പോൾ നമ്മുടെ ലൈഫിലെ എല്ലാ ആസ്പെക്ട്സിലും നമുക്ക് എന്താണ്, ബ്രിട്ടനിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുക, അതായിരുന്നു ചിന്ത. ആൻഡ് ദെൻ ഗാന്ധി came. He was like a powerful current of fresh air that made us stretch ourselves and take deep breaths, like a beam of light that pierced the darkness and removed the scales from our eyes, like a whirlwind that upset many things. But most of all, the working of people's mind, he did not descend from the top. He seemed to emerge from the millions of India speaking their language. അപ്പോൾ അതിനുശേഷം ഗാന്ധി വന്നു. അദ്ദേഹം എങ്ങനെയായിരുന്നു? ഹി വാസ് ലൈക്ക് എ പവർഫുൾ കറണ്ട് ഓഫ് ഫ്രഷ് എയർ ദാറ്റ് മേഡ് അസ് സ്ട്രെച്ച് അവർ സെൽഫ് ആൻഡ് ടേക്ക് എ ഡീപ് ബ്രെത്ത്സ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു കറണ്ട് ഓഫ് ഫ്രഷ് എയർ, അല്ലെങ്കിൽ ഒരു ഫ്രഷ് എയർ എന്ന് വെച്ചാൽ എന്താ, ശുദ്ധമായ കാറ്റ് പോലെയായിരുന്നു. അപ്പോൾ ആ കാറ്റ് നമ്മൾ എന്ത് ഫോഴ്സ് ചെയ്തു, ഇങ്ങനെ ഒരു ഡീപ് ബ്രെത്ത്സ് എടുക്കാൻ, അല്ലെങ്കിൽ ആ കാറ്റിൻ്റെ, അല്ലെങ്കിൽ ആ അദ്ദേഹത്തിന് ഇൻസ്പയർഡ് ആവാൻ അദ്ദേഹം നമ്മളെ പ്രേരിപ്പിച്ചു. ലൈക്ക് എ ബീം ഓഫ് ലൈറ്റ് ദാറ്റ് പിയേഴ്സ് ദ ഡാർക്ക്നെസ് ആൻഡ് റിമൂവ് ദ സ്കിൽസ് ഫ്രം അവർ ഐസ്. അപ്പോൾ അദ്ദേഹം വേറെ തരത്തിൽ പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ബീം ഓഫ് ലൈറ്റ് പോലെയായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രകാശം പോലെയായിരുന്നു. പ്രകാശം വരുമ്പോൾ എന്താ, അന്ധകാരം മാറിപ്പോവും. അതുപോലെ തന്നെ നമുക്ക് കാണാനും പറ്റും. അങ്ങനെ പുറം ലോകത്തെ കാണാൻ പറ്റിയ ഒരു പ്രകാശം കണക്കായിരുന്നു ഗാന്ധി. Like a whirlwind that upset many things, but most of all, the working of people's mind, it did not descend from the top. He seemed to emerge from the millions of India. അപ്പോൾ അദ്ദേഹം മറ്റുള്ളവരെ കണക്ക് എന്താ, സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്നവരുടെ അടുത്തല്ല പോയത്, പകരം ഇന്ത്യയിലെ സാധാരണക്കാരായ മില്യൺസ് ഓഫ് ജനങ്ങളുടെ, അല്ലെങ്കിൽ ഇന്ത്യയിലെ സാധാരണക്കാരുടെ അടുത്ത് നിന്നാണ് അദ്ദേഹം ഇങ്ങനെ എമേർജ് ചെയ്ത് വരാൻ തുടങ്ങിയത്. Get off the backs of these peasants and workers, he told us. All of you who live by their exploitation, get rid of the system that produced this poverty and misery. Political freedom took a new shape then and acquired a new content. Much that, he said, we only partially accepted, or sometimes we did not accept at all. But all this was secondary. The essence of his teaching was fearlessness and truth, and action aligned to these, always keeping the welfare of the masses in view. The greatest gift for an individual or a nation, so we had been told in our ancient book, was abhaya, not merely bodily courage, but the absence of fear from mind. The dominant impulse in India under the British rule was that of fear, pervasive, oppressing, strangling fear. Fear of the army, fear of the police, the widespread secret service, fear of the official class, fear of the laws meant to suppress and prison, fear of the landlord's agent, fear of the money lender, fear of the unemployment and starvation, which were always on the threshold. It was against this pervading fear that Gandhi's quiet and determined voice was raised. Be not afraid. Was it so simple as all that? Not good, and yet fear builds its phantoms, which are more fearsome than reality itself. And reality, when calmly analyzed and its consequences willingly accepted, lost much of its terror. അപ്പോൾ ഗാന്ധി പറഞ്ഞത് എന്താണ്? ഗെറ്റ് ഔട്ട് ദീസ് ബാക്സ് ഓഫ് ദീസ് peasants and workers, he told us. All of us who live by their exploitation, get rid of the system that produces this poverty and misery. അപ്പോൾ ഗാന്ധി ആദ്യം തന്നെ നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ട എന്താണ്? ഈ പോവർട്ടി മിസറിയും വരുന്ന സിസ്റ്റത്തിൽ നിന്നും പുറത്ത് കിടക്കാനാണ്. നമ്മുടെ അടുത്ത് സ്വയം പുറത്ത് കിടക്കാനാണ്. Political freedom took a new shape and then and acquired a new content. Much that, he said, we only partially accepted or sometimes did not accept at all. അപ്പോൾ ഗാന്ധിയുടെ വരവിന് ശേഷം പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിന്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഫ്രീഡത്തിന് ഒരു പുതിയ മാനം കൈവന്നു, അല്ലെങ്കിൽ പുതിയൊരു കാഴ്ചപ്പാട് വന്നു. അത് ചിലപ്പോൾ നമ്മൾ അംഗീകരിച്ചു, ചിലപ്പോൾ നമ്മൾ അംഗീകരിച്ചില്ല. പക്ഷേ അതെല്ലാം സെക്കൻഡറി ആയിരുന്നു. ദ എസൻസ് ഓഫ് ഹിസ് ടീച്ചിങ്സ് വാസ് ഫിയർലെസ്നെസ് ആൻഡ് ട്രൂത്ത്. അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്ങിൻ്റെ എസൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം എന്തിനെ പറ്റിയാണ് പറയുന്നത്? ഫിയർലെസ്നെസ്സിനെയും ട്രൂത്തിനെയും പറ്റിയാണ് പറയുന്നത്. ആൻഡ് ആക്ഷൻ അലൈഡ് ടു ദീസ്, always keeping the welfare of the masses in view. The greatest gift for an individual or a nation, so we had been told in our ancient books, was abhaya. Not merely bodily courage, but the absence of fear from mind.
അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ, ഒരു ആളിനെ, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് അഭയമാണ്, അല്ലെങ്കിൽ ഫിയർലെസ്നെസ് ആണ്. അത് ഒരു ബോഡിലി കറേജ് ഇല്ല, അല്ലെങ്കിൽ ഒരു ശാരീരികമായൊരു ധൈര്യമല്ല, മറിച്ച് എന്താണ്, മനസ്സിൽ ഭയത്തിൻ്റെ ആബ്സെൻസ് ആണ്, അല്ലെങ്കിൽ മനസ്സിൽ ഭയമില്ലാതിരിക്കുന്ന ഒരവസ്ഥയാണ് അഭയ എന്ന് പറയുന്നത്. The dominant impulse in India under the British rule was that of fear, pervasive, oppressing and strangling fear. Fear of the army, the police, the widespread secret service. അപ്പോൾ ബ്രിട്ടീഷ് റൂളിൽ ഏറ്റവും വലിയ ഡോമിനൻ്റ് ആയിട്ട് എന്താണ്, ഫിയർ തന്നെയാണ്. ഈ ഭരണത്തെ ഉള്ള പേടി, ആർമിയെ പേടിക്കുന്നു, പോലീസിനെ പേടിക്കുന്നു, അതുപോലെ തന്നെ വൈഡ് സ്പ്രെഡായ സീക്രട്ട് സർവീസിനെ അല്ലെങ്കിൽ രഹസ്യാന്വേഷണ വിഭാഗത്തെ പേടിക്കുന്നു, ഒഫീഷ്യൽ ക്ലാസ്സസിനെ പേടിക്കുന്നു, നിയമത്തെ അല്ലെങ്കിൽ ഈ ജയിലിലടയ്ക്കാൻ വേണ്ടി, ജനങ്ങളെ, സാധാരണക്കാരെ ജയിലിലടയ്ക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന നിയമത്തെ പേടിക്കുന്നു, ലാൻഡ് ലോഡ്സിൻ്റെ അല്ലെങ്കിൽ ജന്മികളുടെ ഏജൻറ്റിനെ പേടിക്കുന്നു, മണി ലെൻഡർ പലിശക്കാരനെ പേടിക്കുന്നു, അൺഎംപ്ലോയ്മെൻറ്റ് സ്റ്റാർവേഷനും പേടിക്കുന്നു, അല്ലെങ്കിൽ തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും പേടിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ പേടികളും നിറഞ്ഞിരുന്നതായിരുന്നു ഇന്ത്യ. അപ്പോൾ അവിടെ വന്നിട്ടാണ് ഗാന്ധി പറയുന്നത് ഫിയർലെസ്നെസ് ആണ് ഏറ്റവും എളുപ്പമായ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. It was against this all-pervading fear that Gandhi's quiet and determined voice was raised. Be not afraid. Was it so simple as all that? Not yet. And yet, fear builds its phantoms which are more fearsome than reality itself. And reality, when calmly analyzed and its consequence willingly accepted, loses much of its terror. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ എല്ലാ തരത്തിലുള്ള ഫിയർ എന്ന് ഇന്ത്യയിൽ വന്നിട്ടാണ് ഗാന്ധി പറഞ്ഞത് എന്താണ്, അഫ്രൈഡ് ആവാതിരിക്കുക. പക്ഷേ അത് അത്രയ്ക്ക് സിമ്പിൾ ആവില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഈ ഫിയർ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്നതിനേക്കാളും റിയാലിറ്റി കൂടുതൽ ഫിയർഫുൾ ആയിരുന്നു, അല്ലെങ്കിൽ ഈ പറയുമ്പോൾ ഉള്ള പേടിയേക്കാളും വലുതായിരുന്നു യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത്. So suddenly, as it were, that black pall of fear was lifted from the people's shoulder. Not wholly, of course, but to an amazing degree. As fear is close companion to falsehood, so truth follows fearlessness. The Indian people did not become much more truthful than they were. Nor did they change their essential nature overnight. Nevertheless, a sea change was visible as the need of falsehood and furtive behavior lessened. It was psychological change, almost as if some expert in psychoanalytical methods had probed deep into the patient's past, found out the origins of his complexes, exposed them to this view, and thus rid them of that burden. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഗാന്ധിയുടെ ഈ ആഹ്വാനങ്ങളൊക്കെ കേട്ടെന്ത് പറ്റി, ഈ ബ്ലാക്ക് പാൾ ഓഫ് ഫിയർ അല്ലെങ്കിൽ ഈ പേടി എന്ന് പറയുന്ന സംഭവം ഒരു പരിധി വരെ, മുഴുവനായിട്ടെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ഏകദേശം ഒരു വലിയ പരിധി വരെ ജനങ്ങളുടെ ഷോൾഡറിൽ നിന്ന് മാറി, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഈ പേടി എന്ന് പറയുന്നത് ഒരു പരിധി വരെ മാറി. അപ്പോൾ പേടി എന്ന് പറയുന്നത് ഫോൾസ്ഹുഡിൻ്റെ അല്ലെങ്കിൽ കള്ളങ്ങളുടെ ഒരു കമ്പാനിയനാണ്. അപ്പോൾ നമ്മൾ പേടിയുള്ളപ്പോഴായിരിക്കും മിക്കവാറും കള്ളങ്ങൾ പറയുക. അപ്പോൾ പേടി മാറിയപ്പോൾ എന്താ, ട്രൂത്ത് അല്ലെങ്കിൽ ട്രൂത്ത്ഫുൾ ആയി മാറി ജനങ്ങൾ, അതായത് സത്യം പറയാൻ തുടങ്ങി. കാരണം പേടിയുള്ളതുകൊണ്ടായിരിക്കും മിക്കവാറും ആൾക്കാർ കള്ളം പറയുക. അപ്പോൾ പേടി ഇല്ലാതായപ്പോൾ സത്യങ്ങളും പുറത്തേക്ക് വരാൻ തുടങ്ങി. It was a psychological change, almost as if an expert in psychoanalytical methods had probed deep into the patient's past. അപ്പോൾ ഇതൊരു സൈക്കോളജിക്കൽ ചേഞ്ച് തന്നെയായിരുന്നു. കാരണം നമ്മൾ ഈ പേടി മാറുന്നതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സത്യം മാത്രം ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ഒരു അനാലിറ്റിക്കൽ മെത്തേഡ് എക്സ്പേർട്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഗാന്ധി ഇന്ത്യയെ വന്ന് ചെയ്തത്. There was the psychological reactions also, a feeling of shame at our long submission to an alien rule that had degraded and humiliated us, and a desire to submit no longer, whatever the consequences might be. We did not grow much more truthful perhaps than we had been previously, but Gandhi was always there as a symbol of uncompromising truth to pull us up and shame us into truth. അപ്പോൾ ഇതൊരു സൈക്കോളജിക്കൽ റിയാക്ഷൻ കൂടിയായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഈ ഒരുപാട് കാലം ഈ ഒരു ഏലിയൻ ഫോഴ്സ് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ കീഴിലല്ലാതെ വേറൊരു രാജ്യത്തിൻ്റെ കീഴിൽ ഒരുപാട് കാലം ഇങ്ങനെ അടിമപ്പെട്ട് ഭരിക്കുക എന്ന് പറയുന്നത് ജനങ്ങൾക്ക് മുമ്പിൽ ഒരു ഹ്യൂമിലിയേഷനായിട്ട്, ഒരു അപമാനമായിട്ട് മാറി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അവർ എങ്ങനെയായാലും ഇത് അവസാനിപ്പിക്കുക എന്നുള്ളത് അവരുടെ മനസ്സിൽ ഇമ്പോർട്ടൻസ് കൊടുത്തു വന്നു.
പക്ഷേ ഇത് ജനങ്ങളുടെ മനസ്സിൽ കൂടുതൽ ട്രൂത്ത്ഫുൾനെസ് ഇവോക്ക് ചെയ്തൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഗാന്ധി എപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. ഒരു ട്രൂത്തിൻ്റെ ഒരു സിമ്പലായിട്ട് ഗാന്ധിജി എപ്പോഴും അവിടെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. വാട്ട് ഈസ് ട്രൂത്ത്? I do not know for certain, and perhaps our truths are relative and absolute truth is beyond us. Different persons may and do take different views of truth, and each individual is powerfully influenced by his own background, training and impulse. So also Gandhi. But truth is, at least for an individual, what he himself feels and knows to be true. According to this definition, I do not know of any person who holds to the truth as Gandhi does. That is a dangerous quality in politician, for he speaks out his mind and even lets the public see its changing faces. അപ്പോൾ എന്താണ് ട്രൂത്ത്? I do not know for certain, and perhaps our truths are relative and absolute truth is beyond us. അപ്പോൾ എന്താണ് ട്രൂത്ത് എന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. പക്ഷേ നമ്മുടെ എല്ലാം ട്രൂത്ത്സ് റിലേറ്റീവാണ്. അതായത് പലരും ട്രൂത്തിനെ കാണുന്നത് പല രീതിക്കാണ്, അല്ലെങ്കിൽ പലരും സത്യത്തെ കാണുന്നത് പല രീതിക്കാണ്. പക്ഷേ ആബ്സല്യൂട്ട് ട്രൂത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യഥാർത്ഥ സത്യം എന്ന് പറയുന്നത് നമ്മളിൽ നിന്നൊക്കെ ബിയോണ്ടാണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് യഥാർത്ഥ സത്യം. ഡിഫറെൻറ്റ് പേഴ്സൺസ് മേ ആൻഡ് ഡു ടേക്ക് ഡിഫറെൻറ്റ് വ്യൂസ് ഓഫ് ട്രൂത്ത്. അപ്പോൾ പല ആൾക്കാരും ട്രൂത്തിനെ പല രീതിയിൽ കാണും. ആൻഡ് ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് പവർഫുള്ളി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹിസ് ഓൺ ബാക്ക്ഗ്രൗണ്ട്, ട്രെയിനിങ് ആൻഡ് ഇമ്പൾസസ്. അപ്പോൾ ഇങ്ങനെ കാണുന്ന പലരിലും അല്ലെങ്കിൽ മിക്ക ഉള്ളവരിലും എന്താണ്, അവരുടെ ഈ വ്യൂസൊക്കെ അവരുടെ ബാക്ക്ഗ്രൗണ്ടും ട്രെയിനിങ്ങും എല്ലാം ഇൻഫ്ലുവൻസ് ആയിരിക്കും ഇരിക്കുന്നത്. അല്ലെങ്കിൽ അവർ വന്ന സാഹചര്യത്തിനനുസരിച്ചായിരിക്കും അവർ പറയുക ട്രൂത്ത് ഇതാണ് എന്നുള്ള അവരുടെ ഡെഫിനിഷൻസ് വരിക. So also Gandhi. But truth is at least for an individual what he himself feels and knows to be true. അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു ഗാന്ധി. അപ്പോൾ ട്രൂത്ത് നമ്മൾ വിചാരിക്കുമ്പോൾ സിമ്പിളി പറയാൻ എന്താണ്, നമുക്ക് സത്യമായിട്ട് തോന്നുന്ന, അല്ലെങ്കിൽ നമുക്ക് സത്യമായിട്ട് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളെയാണ് ട്രൂത്ത് എന്ന് നമ്മൾ പറയാറ്. According to this definition, I do not know of any person who holds the truth as Gandhi does. അപ്പോൾ ഈ ഡെഫിനിഷൻ അനുസരിച്ച് ഗാന്ധിയുടെ വ്യൂ, അല്ലെങ്കിൽ ഗാന്ധി ട്രൂത്തിനെ കണ്ട പോലെ ആരും കണ്ടതായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. ദാറ്റ് ഈസ് എ ഡേഞ്ചറസ് ക്വാളിറ്റി ഇൻ എ പൊളിറ്റീഷ്യൻ. അതൊരു പൊളിറ്റീഷ്യനെ സംബന്ധിച്ചിടത്തോളം ഡേഞ്ചറസ് ക്വാളിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു അപകടകരമായ ക്വാളിറ്റിയാണ്. കാരണം ഫോർ ഹി സ്പീക്സ് ഔട്ട് ഹിസ് മൈൻഡ് ആൻഡ് ഇവൻ ലെറ്റ്സ് ദ പബ്ലിക് സീ ഹിസ് ചേഞ്ചിങ് ഫേസസ്. അതായത് അദ്ദേഹം ഓപ്പണായിട്ട് അദ്ദേഹത്തിൻ്റെ മൈൻഡ് പറയുന്നത്, അതിനകത്ത് നടക്കുന്ന ചേഞ്ചസ് ഒക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഒരു പൊളിറ്റീഷ്യനെ സംബന്ധിച്ചിടത്തോളം ഡേഞ്ചറസ് ആണ്. കാരണം എന്താണ്, അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ കൂടെ പോകുന്ന കാര്യങ്ങൾ അതുപോലെ വിളിച്ച് പറയുക എന്ന് പറയുന്ന ഒരു ഡേഞ്ചറസ് ക്വാളിറ്റി തന്നെയാണ്. Gandhi influenced millions of people in India in varying degrees. Some changed the whole texture of their lives, others were only partially affected or the effect whereof and yet not cured, for some part of it could not be wholly shaken off. Different people reacted differently and each will give his own answer to this question. അപ്പോൾ ഗാന്ധി ഏകദേശം മില്യൺസ് ഓഫ് പീപ്പിൾ, അല്ലെങ്കിൽ ഒരുപാട് ജനങ്ങളുടെ ഇന്ത്യയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരും അവരുടെ ഹോൾ ലൈഫ് സ്റ്റൈൽ തന്നെ മാറ്റി. ഗാന്ധിയുടെ ഇൻഫ്ലുവൻസ് ആണ് ഹോൾ ലൈഫ് സ്റ്റൈൽ തന്നെ മാറ്റി. കുറച്ച് പേരൊക്കെ പാർഷ്യലി അക്സെപ്റ്റഡ് ആയിരുന്നു, ഇനി അക്സെപ്റ്റ് ചെയ്യാത്തവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ അവരുടെ വ്യൂസ് സ്വയം പറയേണ്ടതാണ് ഗാന്ധിയെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ ഈ ഗാന്ധിയൻ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചുള്ള, അല്ലെങ്കിൽ ഗാന്ധിയുടെ ഇൻഫ്ലുവൻസിനെ കുറിച്ചുള്ളതൊക്കെ പറയേണ്ടത് അവർ സ്വയം പറയേണ്ടതാണ്. His call of action was twofold. There was, of course, the action involved in challenging and resisting foreign rule. There was also the action which led us to fight against our own social evils. Apart from the fundamental objective of the Congress, the freedom of India, and the method of peaceful action, the principal planks of the Congress were national unity, which involved the solution of the minority problems and the raising of the depressed classes, and then the ending of the curse of untouchability. അപ്പോൾ ഗാന്ധിയുടെ കാൾ ഓഫ് ആക്ഷൻ എന്തായിരുന്നു? 2fold ആയിരുന്നു, അല്ലെങ്കിൽ അതിന് 2 ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ആദ്യത്തെ തീർച്ചയായും ബ്രിട്ടീഷ് റൂളിൽ നിന്ന്, അല്ലെങ്കിൽ ഫോറിൻ റൂളിൽ നിന്ന് പുറത്തു വരിക, അല്ലെങ്കിൽ ഫ്രീഡം നേടുക. രണ്ടാമത്തെ എന്താണ്? നമ്മളുടെ ഇടയിൽ തന്നെ, ഇന്ത്യയിൽ തന്നെ ഉള്ള സോഷ്യൽ ഇവിൽസിനെതിരെ ഫൈറ്റ് ചെയ്യുക, അതിനെ മാറ്റിമറിക്കുക, അല്ലെങ്കിൽ അതിൽ നിന്നും പുറത്തു വരിക. അതാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്. ആദ്യത്തെ ബ്രിട്ടീഷ് റൂളും നിന്ന് ഫ്രീഡം നേടുക, രണ്ടാമത്തത് സോഷ്യൽ ഇവിൽസിനെതിരെ ഫൈറ്റ് ചെയ്യുക. ഇതായിരുന്നു ഗാന്ധിയുടെ 2fold കോൾ ഓഫ് ആക്ഷൻ.
അപ്പോൾ കോൺഗ്രസിൻ്റെ ഫണ്ടമെൻ്റൽ ഒബ്ജക്റ്റീവ് തന്നെ ഫ്രീഡം ഓഫ് ഇന്ത്യ ആയിരുന്നു. പീസ്ഫുൾ മെത്തേഡിലൂടെ ഇന്ത്യയുടെ ഫ്രീഡം നേടിയെടുക്കുകയായിരുന്നു കോൺഗ്രസിൻ്റെ ഫണ്ടമെൻ്റൽ ഒബ്ജക്റ്റീവ്. അതിന് പുറമെ അവരുടെ പ്രിൻസിപ്പൽ പ്ലാങ്സ് എന്ന് പറയുന്നത് നാഷണൽ യൂണിറ്റി അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളായിരുന്നു അതിനുശേഷം കോൺഗ്രസ് ലക്ഷ്യമിട്ടിരുന്നത്. ഇപ്പോൾ നാഷണൽ യൂണിറ്റി അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഐക്യത എന്ന് പറയുമ്പോൾ അതിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ കണ്ടെത്തണമായിരുന്നു. ഒന്ന് മൈനോറിറ്റിയുടെ പ്രോബ്ലംസ്, അതുപോലെ തന്നെ ഡിപ്രസ്ഡ് ക്ലാസ് അല്ലെങ്കിൽ താഴ്ന്ന് നിൽക്കുന്ന ക്ലാസ്സസിനെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകത, പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് അൺടച്ചബിലിറ്റി, നിർമ്മാർജ്ജനം അല്ലെങ്കിൽ അയിത്തം എന്നുള്ള കോൺസെപ്റ്റ് മാറ്റുക. Realizing that the main props of British rule were fear, prestige, the cooperation of the people, and certain classes whose vested interests were centered in British rule, Gandhi attacked these foundations. Titles were to be given up, and though the title holders responded to this only in small measures, the popular respect for these British given titles disappeared. New standards and values were set up, and the pomp and splendor of the viceregal court and the princess suddenly appeared supremely ridiculous. Rich men were not so anxious to flaunt their riches, outwardly at least. Many of them adopted simpler ways, and in their dress become almost indistinguishable from the humbler folk. അപ്പോൾ ബ്രിട്ടീഷ് റൂളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് എന്താണെന്ന് വെച്ചാൽ ഫിയറും പ്രസ്റ്റീജും അതുപോലെ തന്നെ ജനങ്ങളുടെ കോപ്പറേഷനും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഒരു സർട്ടൻ ക്ലാസ്സസിൻ്റെ ഇൻട്രസ്റ്റ് ഒക്കെ ബ്രിട്ടീഷുകാരുമായിട്ട് ചേർന്ന് നിൽക്കുന്നതായിരുന്നു. അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ റൂളിൽ കുറച്ച് സർട്ടൻ ക്ലാസ്സസിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഒക്കെ കിട്ടി തുടങ്ങിയിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഫൗണ്ടേഷൻസിനെതിരെയാണ് ഗാന്ധി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയത് ആദ്യം. ഇപ്പോൾ ടൈറ്റിൽസ് ഉണ്ടല്ലോ, ഇപ്പോൾ സർ പദവി അങ്ങനെയുള്ള പദവികളൊക്കെ ഇല്ലേ, അപ്പോൾ അതൊക്കെ തിരിച്ചു കൊടുക്കാൻ ടൈറ്റിൽ ഹോൾഡേഴ്സിൻ്റെ അടുത്ത് തിരിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു. കുറേ പേരൊക്കെ ചെയ്തു. പിന്നെ ബ്രിട്ടീഷുകാരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ നിർമ്മിത സാധനങ്ങളും എല്ലാം ബഹിഷ്കരിക്കുക, അങ്ങനെയുള്ള പരിപാടികളായിരുന്നു ആദ്യം ചെയ്തിരുന്നത്. അപ്പോൾ കുറച്ച് റിച്ചായ ആൾക്കാർ സിമിലർ വേസ് അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അവരുടെ ഡ്രസ്സിങ് ഒക്കെ ഓൾമോസ്റ്റ് ഹംബ്ലർ ഫോക്ക് അല്ലെങ്കിൽ സാധാരണക്കാരുമായിട്ട് ചേർന്ന് നിൽക്കുന്നതൊക്കെ ഇതിന് ശേഷം ആവാൻ തുടങ്ങി. He sent us to the village and the countryside hummed with the activity of innumerable messengers of the new gospel of action. The peasant was shaken and he began to emerge from his shell. The effect on us was different but equally far-reaching, for we saw for the first time, as it were, the villager in the intimacy of his mud hut and with the stark shadow of hunger always pursuing him. We learned our Indian economics more from these visits than from books and learned discourses. The emotional experience we had already undergone was emphasized and confirmed, and henceforward there could be no going back for us to our old life or our old standards. He sent us to villages, and the countryside hummed with the activity of innumerable messengers of the new gospel of action. അപ്പോൾ ഗാന്ധി എന്താണ് ചെയ്തത്? ആൾക്കാരെ വില്ലേജുകളിലേക്ക് അയക്കുകയാണ്. അവിടെ നിന്നാണ്, അല്ലെങ്കിൽ ഗാന്ധി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്നല്ലോ, ഇന്ത്യയുടെ ആത്മാവ് വില്ലേജുകളിലാണ് അല്ലെങ്കിൽ ഗ്രാമങ്ങളിലാണ്. അപ്പോൾ ഗ്രാമങ്ങളിലേക്ക് അദ്ദേഹം കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്തു. അപ്പോൾ അവിടെ നിന്നും ഇങ്ങനെ അയക്കുന്ന സന്ദേശവാരിൽ നിന്നൊക്കെ ഇൻഫ്ലുവൻസ്ഡായി ഗാന്ധിയൻ മൂവ്മെൻറ്റിലേക്ക് കുറേ കൂടെ വില്ലേജേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കുക എന്നുള്ളതായിരുന്നു ഗാന്ധിയുടെ ലക്ഷ്യം. The peasants was shaken up and he began to emerge from his shell. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള വില്ലേജേഴ്സിലേക്ക് പോയപ്പോൾ എന്ത് പറ്റി? പെസൻസ് ഒക്കെ കുറച്ച് ഷേക്കണപ്പായി. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഷെല്ലിൽ നിന്ന് പുറത്ത് കിടക്കുന്നത്. The effect on us was different but equally far-reaching. For we saw the first time, as it were, the villagers in the intimacy of this mud hut with the stark shadow and hunger always pursuing him. അപ്പോൾ ഇത് എന്ത് പറ്റി? കുറച്ച് ഡിഫറൻ്റായ വഴിയാണെങ്കിൽ കുറച്ചുകൂടെ മുന്നോട്ട് ഈ മൂവ്മെൻ്റ് എത്താൻ സഹായിച്ചു, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഈ മൂവ്മെൻറ്റ് കുറച്ചുകൂടെ മുന്നോട്ട്
എത്താൻ സഹായിച്ചു. അല്ലെങ്കിൽ ഗ്രാമങ്ങളിലേക്ക് പോയി ഇങ്ങനെ ഹങ്കർ ഹങ്കർ നിലനിൽക്കുന്ന ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ഡോമിനൻസ് കിട്ടാൻ തുടങ്ങി. We learned our Indian economics more from these visits than from books and learned discourses. അപ്പോൾ നമുക്ക് പോയവർക്ക് ഇന്ത്യൻ എക്കണോമിക്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റി. ബുക്കിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും അവർക്ക് നേരിട്ട് ആ ഗ്രാമങ്ങളിലുള്ള അവസ്ഥകൾ മനസ്സിലാക്കി ഇന്ത്യൻ എക്കണോമി എന്താണെന്ന് നേരിട്ട് മനസ്സിലാക്കാനുള്ള ഒരു അവസരം ഇത് തുറന്നു കൊടുത്തു. The emotional experience we had already undergone was emphasized and confirmed, and henceforward there could be no going back for us to our old life or our old standards. അപ്പോൾ ഇങ്ങനെയുള്ള വിസിറ്റ്സ് കാരണം അവർക്ക് മനസ്സിലായി തുടങ്ങി, എന്തെങ്കിൽ ഈ ഒരു ഇമോഷണൽ എക്സ്പീരിയൻസ് കാരണം അവർക്ക് മനസ്സിലായി തുടങ്ങി ഇനി ഒരു തിരിച്ചുപോക്കല്ല, അവരുടെ ഓൾഡ് ലൈഫിലേക്കും ഓൾഡ് സ്റ്റാൻഡേർഡ്സിലേക്കും ഉള്ളൊരു തിരിച്ചുപോക്കലില്ല എന്ന് അവർ സ്വയം മനസ്സിലാക്കാൻ തുടങ്ങി. What was the idea of India which he was setting out to mold according to his own wishes and ideals? I shall work for an India in which the poorest shall feel that it is their country, in whose making they have an effective voice, as India in which there shall be no high class and no low class of people, an India in which all communities shall live in perfect harmony. There can be no room in such an India for the curse of untouchability or the curse of intoxicating drinks and drugs. Woman will enjoy the same right as man. This is the India of my dream. Proud of his Hindu inheritance as he was, he tried to give to Hinduism a kind of universal attire and include all his cultural inheritance. Indian culture, he wrote, is neither Hindu, Islamic nor any other holy. It is a fusion of all. And he said, I want the culture of all lands to be blown about my house as freely as possible. But I refuse to be blown off my feet by any way. I refuse to live in other people's house as an interloper, a beggar or a slave, influenced by modern thought of currents. He never let go his roots and clung to them tenaciously. ഇപ്പോൾ പറയാണ്, I shall work for an India in which the poorest shall feel that it is their country. അപ്പോൾ ഗാന്ധി പറയണത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യാൻ പോകുന്ന ഇന്ത്യ എന്ന് വെച്ചാൽ അവിടെ എന്താണ്, അവിടുത്തെ ഏറ്റവും പാവപ്പെട്ട ആൾക്ക് പോലും പറയാൻ പറ്റും ഇത് എൻ്റെ കൺട്രി ആണെന്ന്. ഇൻ ഹൂസ് മേക്കിംഗ് ദേ ഹാവ് ആൻ എഫക്റ്റീവ് വോയിസ്, അതായത് ആ രാജ്യത്തിൻ്റെ മേക്കിങ്ങിൽ അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിൽ ആ പൂറസ്റ്റായ ആൾക്കും ഒരു വോയിസ് ഉണ്ടായിരിക്കണം. An India in which there shall be no high class and low class of people, an India in which all communities shall live in perfect harmony. അപ്പോൾ അദ്ദേഹം പറയുന്ന ഇന്ത്യ എന്ന് വെച്ചാൽ എന്താ, ഒരു ഹൈ ക്ലാസ്സോ ലോ ക്ലാസ്സോ എന്നുള്ള വേർതിരിവില്ലാത്ത എല്ലാ കമ്മ്യൂണിറ്റീസിനും ഒരു പെർഫെക്റ്റ്ലി ജീവിക്കാൻ പറ്റുന്ന, ഒരു പെർഫെക്റ്റ് ഹാർമോണിയസ് ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു രാജ്യമായിരിക്കണം തൻ്റെ ഇന്ത്യ എന്നാണ് ഗാന്ധി ആഗ്രഹിക്കുന്നത്. There can be no room in such an India for the curse of untouchability or the curse of intoxicating drinks and drugs. അപ്പോൾ ആ രാജ്യത്ത് എന്ത് പാടില്ല, അൺടച്ചബിലിറ്റിയോ ഡ്രങ്ക്സോ അങ്ങനെ ഡ്രഗ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല. വുമൻ വിൽ എൻജോയ് ദ സെയിം റൈറ്റ് ആസ് മാൻ. ദിസ് ഈസ് ദ ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്രീംസിലെ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്, വുമൻസിനും അതുപോലുള്ള റൈറ്റ് വേണം. അങ്ങനെ ഇങ്ങനെ നമ്മൾ പറയണം, എല്ലാവരും ഹാർമോണിയസ് ആയിട്ട് ജീവിക്കണം, ഹൈ ക്ലാസ് ലോ ക്ലാസ് ഡിഫറൻസ് ഇല്ലാത്ത, ഏറ്റവും പാവപ്പെട്ടവന് വരെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിൽ വോയിസ് ഉള്ള, ഡ്രഗ്സ് യൂസ് ചെയ്യാത്ത അല്ലെങ്കിൽ ഡ്രിങ്ക്സ് യൂസ് ചെയ്യാത്ത ഒരു രാജ്യമാണ് തൻ്റെ ഇന്ത്യ, തൻ്റെ സ്വപ്നങ്ങളിലെ ഇന്ത്യ. Proud of his Hindu inheritance as he was, he tried to give Hinduism a kind of universal attire and include all religions within the fold of truth. അപ്പോൾ അദ്ദേഹം ഒരു ഹിന്ദു ഇൻഹെറിറ്റൻസിലാണ് ജനിച്ചതെങ്കിലും അദ്ദേഹം എല്ലാ റിലീജിയൻസിൻ്റെയും ട്രൂത്തിനെ മനസ്സിലാക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. ഹി refused to narrow his cultural inheritance. Indian culture, he wrote, is neither Hindu, Islamic nor any other holy. It is a fusion of all. Again he said, I want a culture of all lands to be blown about my house as freely as possible. അപ്പോൾ അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത് ഒരിക്കലും ഹിന്ദുവോ ഇസ്ലാമിക്കോ ഒന്നുമല്ല, അത് എല്ലാത്തിൻ്റെ ഒരു ഫ്യൂഷനാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന ഡിഫറെൻറ്റ് റിലീജിയസിൻ്റെ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കൾച്ചേഴ്സിൻ്റെ ഒരു ഫ്യൂഷനാണെന്നാണ് അദ്ദേഹം പറയുന്നത്. But I refuse to be blown off my feet anyway. I refuse to live in other people's house as an interloper, a beggar or a slave.
അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഞാനൊരിക്കലും വേറെ ആൾക്കാരുടെ വീട്ടിൽ ഒരു ഇൻ്റർലോപ്പറോ ബെഗറോ അല്ലെങ്കിൽ സ്ലേവോ ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇൻഫ്ലുവൻസ്ഡ് ബൈ മോഡേൺ തോട്ട്സ് ഓഫ് കറൻറ്റ്, he never let go of his roots and clung them tenaciously. It is not surprising that this astonishingly vital man, full of self-confidence and an unusual kind of power, standing for equality and freedom for each individual, fascinated the masses of India and attracted them like a magnet. He seemed to them to link up the past with the future and to make the dismal present appear just as the stepping stone to that future of his life and hope. Thus he effected a vast psychological revolution not only among the who followed his lead, but also among his opponents, who make those many neutrals who could not make up their minds what to think and what to do. It is not surprising that this astonishingly vital man, full of self-confidence and unusual kind of power, standing for equality and freedom for an individual, fascinated the mass of India and attracted them like a magnet. അപ്പോൾ അതൊരിക്കലും അതൊരു സർപ്രൈസ് അല്ല. കാരണം ഇങ്ങനെ ഒരു മനുഷ്യൻ ഫുൾ ഓഫ് സെൽഫ് കോൺഫിഡൻസ്, നിറയെ ആത്മവിശ്വാസവും അതുപോലെ തന്നെ ഒരു സാധാരണക്കാരനില്ലാത്ത പവറുമായിട്ട് നിൽക്കുമ്പോൾ അദ്ദേഹത്തിലേക്ക് ആൾക്കാർ അട്രാക്ട് ചെയ്യപ്പെടുമെന്നും ഒരു മാഗ്നറ്റിനെ കണക്ക് ഇന്ത്യയിലെ ആൾക്കാർ അട്രാക്ട് ചെയ്യപ്പെട്ടതിന് ഒരിക്കലും ഒരു അതിശയമില്ല. He seemed them to link up the past with the future and to make them dismal present appear just as a stepping stone to the future of life and hope. അപ്പോൾ എന്ത് ചെയ്തു, അദ്ദേഹം ജനങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചു, അല്ലെങ്കിൽ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തു ഇന്നത്തെ പ്രസൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്, നാളത്തെ സന്തോഷകരമായ ഒരു ഫ്യൂച്ചറിലേക്കുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണെന്ന് അദ്ദേഹം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തു. Thus he effected a vast psychological revolution not only among those who followed his lead, but also among his opponents and those many neutrals who could not make up their mind what to think or what to do. അപ്പോൾ ഇത് ഒരിക്കലും നോക്കാം അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഫോളോ ചെയ്തിരുന്നവർക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു സൈക്കോളജിക്കൽ റവല്യൂഷൻ ഉണ്ടായെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അദ്ദേഹത്തിൻ്റെ ഓപ്പോണൻസിനും അതുപോലെ തന്നെ ന്യൂട്രലായ കോൺസെപ്റ്റ്സ് ഉള്ളവർക്കും, അതായത് എന്ത് ചെയ്യണമെന്ന് ഒരു കൃത്യമായ ബോധ്യമില്ലാതെ ന്യൂട്രലായി ഇരിക്കുന്നവർക്കും അദ്ദേഹത്തിൻ്റെ ഈ തോട്ട്സ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാം. ഇതാണ് ആൻഡ് ദെൻ ദ ഗാന്ധി ഗെയിം എന്ന് പറയുന്ന ചാപ്റ്റർ. താങ്ക് യു.